മതതീവ്രവാദ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ സ്വീകരിക്കുന്നത്. ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തീർത്തു കളയുമെന്ന പരസ്യമായ കൊലവിളി ജാഥകൾ പോലും കേരളത്തിന്റെ തെരുവുകളിൽ ഇക്കാലത്ത് നടന്നു. വർഗീയ വിഷം കുത്തിവെക്കപ്പെട്ട ചെറിയ കുട്ടിയാണ് അവിലും മലരും കുന്തിരിക്കവും കരുതി വെക്കാനും നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ടെന്നും ആക്രോശിച്ചത്. ഹിന്ദുക്കളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന മുസ്ലിം ലീഗ് കൊലവിളി ജാഥ നടത്തിയിട്ടും അവർക്ക് മതേതര പട്ടം ചാർത്തി നൽകാനായിരുന്നു LDFന്റെ തിടുക്കം. ഭാരതത്തിനെതിരെ നിരന്തരം നിലപാട് സ്വീകരിക്കുകയും ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ നിലകൊള്ളുകയും ചെയ്യുന്ന ഹമാസിനെ പിന്തുണച്ച് ഐക്യദാർഢ്യ റാലി നടത്താൻ LDF മുന്നോട്ട് വന്നു. ക്രമസമാധാനം നിയന്ത്രിക്കേണ്ട പോലീസിലാകട്ടെ പച്ചവെളിച്ചം വ്യാപകമാണ്. തന്ത്രപ്രധാനമായ കാര്യങ്ങൾ പോലീസിലെ ഈ സംഘം ഭീകര സംഘടനകൾക്ക് ചോർത്തി നൽകി. ഹാദിയ കേസ് ഉൾപ്പെടെ ഭീകരബന്ധം സംശയിക്കുന്ന കേസുകളിൽ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമവുമുണ്ടായി. ഭീകരാക്രമണ കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിക്ക് എല്ലാ പിന്തുണയും LDF നൽകിക്കൊണ്ടിരിക്കുന്നു. ഭീകരാശയങ്ങൾ പേറുന്ന മദനിയുടെ PDP പാർട്ടിയുമായി അവർ സഖ്യവും ചെയ്തു. ഭീകരൻ ബിൻ ലാദനു വേണ്ടി LDF നേതാവ് G സുധാകരൻ കവിത എഴുതി. സിമിയിൽ പ്രവർത്തിച്ച് LDFന്റെ ഭാഗമായ KT ജലീൽ ഭീകരരുടെ ഭാഷയിൽ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതി. പച്ച സിഗ്നലുകൾ നോക്കി വോട്ട് ബാങ്ക് നിറയ്ക്കുവാൻ അറിഞ്ഞുകൊണ്ടെഴുതുന്ന ഇത്തരം തീവ്ര നിലപാടുകൾ ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ റേഷനരിയിലെ ചെള്ളിന്റെ ബുദ്ധി തന്നെ ധാരാളം. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ വർഗീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യം ചെയ്യാൻ LDF തയ്യാറായി. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുവാൻ അജണ്ടയാക്കിയ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ SDPIയുമായി ചേർന്ന് LDF പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം കൈയാളുന്നുണ്ട്. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ മോദി സർക്കാർ നിരോധിച്ചപ്പോൾ അതിനെ എതിർക്കാനും LDF മുന്നോട്ട് വന്നു. തോളിൽ കൈയിട്ട് ചെവിയല്ല തലവരെ കൊയ്യുവാൻ സാധ്യത ഏറെയുള്ള ഭീകര സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റിയെടുക്കുന്ന നടപടികളാണ് LDF നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പല ഭീകരാക്രമണങ്ങളുടെയും വേരുകൾ കേരളത്തിലേക്ക് നീളുന്നതും ഇതിന്റെ സൂചനയാണ്. കേരളത്തിൽ അശാന്തി വിതയ്ക്കുവാനുള്ള ശ്രമങ്ങളെ ചെറുത്തേ തീരൂ. തീവ്രവാദത്തോട് സന്ധി ചെയ്യാത്ത BJPയിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ.